ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ കബാബാണ്. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രോൺസ് കബാബ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് അത് മാഗ്നേറ്റ് ചെയ്ത് വറുത്തെടുക്കണം. അതിനു വേണ്ടി അല്പം ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് നന്നായി വറുത്തെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിൽ അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉപ്പ്, ഉള്ളിയിലേക്കുള്ള മാത്രം ഉപ്പ് മതി. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയില, പുതിനയില, കറിവേപ്പില അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് വറുത്തെടുത്തത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ആഡ് ചെയ്യാം. ഈ പെപ്പർ പൗഡർ ചേർത്ത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർക്കേണ്ടത്. എന്നിട്ട് അത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ച നമ്മുടെ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. 2 കപ്പാണ് ഞാൻ ഇതിന് വേണ്ടി ചേർത്തിട്ടുള്ളത്. അത് നന്നായി ഇതുമായി യോജിക്കുന്ന വിധത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കബാബിൻ്റെ കോട്ടിങ്ങിനുള്ളവ തയ്യാറാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അല്പം ഉപ്പ്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അധികം ലൂസാവാത്ത വിധത്തിൽ അല്പം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടി ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. അതിന് വേണ്ടി ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച പൊട്ടാറ്റോ ഫില്ലിങ്സിൽ അല്പം കോൺഫ്ലോർ ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കബാബിൻ്റെ ഷേപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ആദ്യം കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും ഷേപ്പാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്നും ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാ കബാബും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കോട്ട് ചെയ്തെടുക്കണം. ആദ്യം കോൺഫ്ലോർ മിശ്രിതത്തിലും പിന്നെ
ബ്രെഡ് ക്രംസിലും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കബാബും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല തിളച്ച എണ്ണയിൽ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോന്നോരോന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാം. നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയുമായി കാണും വരേക്കും ബൈ. താങ്ക് യു.